ജാമ്യവ്യവസ്ഥകൾ ലംഘിച്ച് ഹത്രാസ് UAPA കേസ് പ്രതി സിദ്ദിഖാപ്പൻ. അർബൻ മാവോയിസ്റ്റ് ഐക്യദാർഢ്യ സമ്മേളനത്തിൽ മുഖ്യപ്രഭാഷകനായി സിദ്ദിഖാപ്പൻ. ഓപ്പറേഷൻ സിന്ദൂറിനെതിരെ ആക്ഷേപകരമായ പോസ്റ്റിട്ട അർബൻ മാവോയിസ്റ്റ് റിജാസിനെ വിട്ടേക്കണമെന്നാവശ്യപ്പെട്ടാണ് കൊച്ചിയിൽ ഐക്യദാർഢ്യ സമ്മേളനം സംഘടിപ്പിച്ചത്. ജാമ്യവ്യവസ്ഥകളുടെ ലംഘനം ചൂണ്ടിക്കാട്ടി BJP നേതാക്കൾ കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകി. ഭീകരവാദികൾക്ക് സർക്കാർ കുടപിടിക്കുകയാണെന്ന് BJP വക്താവ് KVS ഹരിദാസ് പറഞ്ഞു. ജാമ്യവ്യവസ്ഥകൾ ലംഘിച്ച് ഭീകരവാദ കേസ് പ്രതി സിദ്ദിഖാപ്പൻ ഒരു പൊതുപരിപാടിയിൽ കൂടി പങ്കെടുക്കുന്നു. കൃത്യമായി തന്നെ പോലീസ് ഇക്കാര്യത്തിൽ ഇതുവരെ നടപടിയെടുത്തിട്ടില്ല. BJP പരാതികൾ നൽകിയിരിക്കുന്നു. സിറ്റി പോലീസ് കമ്മീഷണർക്ക് അടക്കം പരാതികൾ നൽകിയിരിക്കുകയാണ്. റജാസ് എന്ന അർബൻ മാവോയിസ്റ്റിന് അനുകൂലമായി കൂടി നടത്തുന്ന ഒരു പരിപാടിയാണ് ഹൈക്കോടതി ജംഗ്ഷനിൽ സംഘടിപ്പിക്കുന്നത്. ഈ പരിപാടിയുടെ ഉദ്ഘാടകനായിട്ടാണ് സിദ്ദിഖാപ്പൻ എത്തുന്നത്. കൃത്യമായി തന്നെ സുപ്രീം കോടതി ജാമ്യവ്യവസ്ഥകളുടെ ലംഘനം കൂടിയാണ് ഇതിലൂടെ നടക്കുകയും ചെയ്തിരിക്കുന്നത്. ഇത് സംബന്ധിച്ച് പരാതികൾ നൽകിയ ശേഷം BJP നേതാക്കൾ ഇപ്പോൾ നമ്മളോടൊപ്പം ഉണ്ട്. ഇത് എങ്ങനെയാണ് ഇക്കാര്യത്തിൽ വലിയൊരു നിയമലംഘനം നടക്കുന്നത്? ഇന്ന് കൊച്ചിയിൽ നടക്കുന്നത് UAPA കേസിൽ ഉൾപ്പെട്ട് മഹാരാഷ്ട്ര പോലീസ് അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ച ഒരാളെ രക്ഷിക്കാനുള്ള ശ്രമമാണ്. നമുക്കൊക്കെ അറിയാം പഹൽഗാം കൂട്ടക്കൊലയെക്കുറിച്ച്. പഹൽഗാം കൂട്ടക്കൊലയ്ക്ക് ശേഷം ഇന്ത്യ സർക്കാർ പാകിസ്ഥാനെതിരെ ഓപ്പറേഷൻ സിന്ദൂർ എന്ന സൈനിക നടപടി സ്വീകരിച്ചപ്പോൾ അതിനെതിരെ രാജ്യത്തിനകത്ത് കള്ളപ്രചരണം നടത്തുകയും അതിൻ്റെ പേരിൽ അറസ്റ്റിലാവുകയും ചെയ്ത ഒരു ജിഹാദി മാവോയിസ്റ്റാണ് റിജാസ്. അയാൾ ഇന്ന് മഹാരാഷ്ട്രയിൽ ജയിലിലാണ്. അയാളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് എറണാകുളത്ത് സമ്മേളനം വിളിച്ചു കൂട്ടിയിട്ടുള്ളത്. ആ സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ വരുന്നത് അതിനേക്കാൾ രസകരമാണ്. മുമ്പ് UAPA കേസിൽപ്പെട്ട് ഹത്രാസ് കേസിൽപ്പെട്ട് അനവധി മാസങ്ങളോളം ജയിലിൽ കിടന്ന സിദ്ദിഖാപ്പനാണ്. സിദ്ദിഖാപ്പൻ ജയിലിൽ നിന്ന് ഇറങ്ങിയത്, ജാമ്യത്തിൽ ഇറങ്ങിയത് സുപ്രീം കോടതി നിശ്ചയിച്ച ചില കണ്ടീഷൻസിൻ്റെ വെളിച്ചത്തിലാണ്. ആ കണ്ടീഷനുകൾ ലംഘിച്ചുകൊണ്ടാണ് ഇന്നിപ്പോൾ ഭീകരവാദികൾക്ക് വേണ്ടി പരസ്യമായിട്ട് തെരുവിലിറങ്ങുന്നത്. ഈ സമ്മേളനം തടയണം. ഇത്തരം ഭീകരവാദികൾക്ക് അനുകൂലമായിട്ട് UAPA കേസിൽ ജാമ്യത്തിൽ ഇറങ്ങിയ സിദ്ദിഖാപ്പനെ പോലുള്ളവർ പങ്കെടുക്കുന്നത് തടയണം എന്നുള്ള ആവശ്യമാണ് BJP ഇന്നിപ്പോൾ ഉന്നയിക്കുന്നത്. ഇത് സംബന്ധിച്ച് BJPയുടെ എറണാകുളം ജില്ലാ കമ്മിറ്റി ഔദ്യോഗികമായിട്ട് മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിട്ടുണ്ട്. എറണാകുളം സിറ്റി പോലീസ് കമ്മീഷണർക്ക് ഇപ്പോൾ എന്നോടൊപ്പമുള്ളത് BJPയുടെ സംസ്ഥാന ജോയിന്റ് ട്രഷറർ ശ്രീ അനൂപ് കുമാറുണ്ട്. ജില്ലാ ജനറൽ സെക്രട്ടറിമാരായിട്ടുള്ള ശ്രീ S അജീബ്, പ്രിയ പ്രശാന്ത്, ശ്രീകുട്ടൻ തുണ്ടത്തിൽ എന്നിവരുണ്ട്. ഇവരെല്ലാവരും ഇന്ന് സിറ്റി പോലീസ് കമ്മീഷണർക്ക് ഇത് സംബന്ധിച്ച നിവേദനം കൊടുത്തിട്ടുണ്ട്. ഞങ്ങളൊക്കെ ആഗ്രഹിക്കുന്നത്, ഞങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്നത് ഇന്നിപ്പോൾ ഹൈക്കോടതിക്ക് മുമ്പിൽ നടക്കാൻ പോകുന്ന ഈ ഭീകരവാദികൾക്ക് അനുകൂലമായിട്ടുള്ള സമ്മേളനം കേരള പോലീസ് തടയുമെന്ന, അത് തടയാൻ പോലീസ് തയ്യാറാവാത്ത പക്ഷം ഇവിടെ ഒരു കാര്യം കൂടി ഞാൻ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഇപ്പോൾ മഹാരാഷ്ട്ര പോലീസ് പിടിച്ചിട്ടുള്ള റിജാസ് ഈ ഓപ്പറേഷൻ സിന്ദൂർ തുടങ്ങുന്ന സമയത്ത് എറണാകുളത്ത് സമ്മേളനം നടത്താൻ ശ്രമിച്ചതാണ്. അന്ന് കേരള പോലീസ് അയാൾക്കെതിരെ കേസെടുത്തതാണ്. അത്തരം ഒരു പശ്ചാത്തലമുള്ള ആളെയാണ് മഹാരാഷ്ട്ര പോലീസ് പിന്നീട് പിടികൂടിയത്. അതുകൊണ്ട് തന്നെ ഇത്തരക്കാരെ സംരക്ഷിക്കാനുള്ള ശ്രമങ്ങളിൽ നിന്ന് കേരള പോലീസ് പിന്മാറണം, അവർക്കെതിരെ നടപടിയെടുക്കണം എന്നതാണ് BJPയുടെ ആവശ്യം. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ കേരള പോലീസ് നടപടിയെടുത്തില്ലെങ്കിൽ മുകളിൽ നടപടികളുമായിട്ട് മുന്നോട്ട് പോവുക തന്നെ ചെയ്യും എന്ന് മുന്നറിയിപ്പ് നൽകാൻ ഈ വേള ഉപയോഗിക്കുക. ഇത്തരത്തിൽ കൃത്യമായ ഒരു പോരാട്ടത്തിന്റെ വഴിയിൽ തന്നെയാണ് BJP ഉള്ളത്. ഭീകരവാദികൾക്കും ഒപ്പം തന്നെ അർബൻ മാവോയിസ്റ്റുകൾക്കുമെല്ലാം കുട പിടിക്കുന്ന ഒരു സമീപനത്തിലേക്ക് സർക്കാർ നീങ്ങുമ്പോൾ അതിനെ കൃത്യമായി പ്രതിരോധിക്കുക തന്നെ ചെയ്യുമെന്ന് പ്രഖ്യാപിക്കുകയാണ് BJP നേതാക്കൾ. ക്യാമറമാൻ സുശോഭിനൊപ്പം ജിജീഷ് കരുണാകരൻ, ജനം, കൊച്ചി.